5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2019 കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കുറെ കൂടി സ്വതന്ത്രമാക്കുകയും കാശ്മീരിൽ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടത്തുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഒരു ഭീകര സംഘടനയും ഉണ്ടാവുകയാണ്. TRF ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി. പഹൽഗാം ആക്രമണം ഇപ്പം നടന്നല്ലോ. പഹൽഗാം ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഈ TRF ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. കമാൻഡർ ഷെയ്ഖ് സഹാജിഹുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭീകരവാദം നടത്തുന്ന ഒരാൾ തുടങ്ങിയത് കൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ പരിശീലനം ലഭിക്കുന്നുണ്ട്, വലിയ യുദ്ധോപകരണം പോലുള്ള വലിയ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്, തോക്കുകൾ ആവശ്യമുണ്ട്, ബോംബുകൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ടീം സെറ്റ് ചെയ്യണം. അപ്പോൾ അത് എളുപ്പമല്ല. പക്ഷെ ഇതെല്ലാം നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? അവിടെയാണ് പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. ആഗോളതലത്തിലും ചില സംഘടനകളും ചില രാജ്യങ്ങളും ഇത്തരം ഭീകരവാദികൾക്ക് താങ്ങും തണലും പാലും പഴവും ഒക്കെ കൂട്ടിക്കൊടുത്ത് വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഈ ഷെയ്ഖ് സഹാദുള്ള. TRFിൻ്റെ നായകനായിട്ടുള്ള അദ്ദേഹമുണ്ട്. അത് കഴിഞ്ഞ് തന്നെ കാശ്മീരിൻ്റെ മോചനമാണ് വേണ്ടതെന്ന് പറഞ്ഞു 1990 ഹാഫിസ് മുഹമ്മദ് സയ്യിദ് സ്ഥാപിച്ച ലഷ്കർ-എ-തൊയ്ബ. അവരാണ് കുറച്ചുകൂടി വലിയ ബഹളം ഉണ്ടാക്കി. 2008 മുംബൈ ആക്രമണം നടത്തി ഒരുപാട് ആളുകളുടെ ജീവനെ അപഹരിക്കുകയും 65-70 പേരുകളുടെ ജീവൻ അപഹരിക്കുകയും 300 പേർക്ക് അപകടം പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മുംബൈ ആക്രമണം നടത്തിയത് 2008. 2001 അതിനു മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. അന്നും 10-20 പേർ മരിച്ചു, 10-30 പേർക്ക് പരിക്കേറ്റു. അതുപോലെ തന്നെ 2006 ട്രെയിൻ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുള്ള ആക്രമണം നടത്തി. അത് ബോംബെയിലാണ് നടത്തിയത്. അപ്പോൾ ചുരുക്കത്തിൽ ലഷ്കർ-തൊയ്ബയും ആവശ്യം പോലെ ഇതുപോലത്തെ ഭീകരാക്രമണം നടത്തുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സംഘടനയാണ് നോക്കണം. അടുത്ത മൂന്നാമത്തെ സംഘടന വരുന്നു, ഹിസ്ബുൾ മുജാഹിദീൻ. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാശ്മീരിൻ്റെ മോചനം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ കാശ്മീരിനെ ഒരു വൈകാരിക തലമായി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്നും ഈ കളി കളിക്കുകയാണ്. എന്നാൽ കാശ്മീരിലെ ജനങ്ങളിൽ ഒരു റഫറൻഡമൊക്കെ നടത്തി. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഉണ്ടല്ലോ, UN ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുണ്ടല്ലോ. ഈ യുദ്ധത്തിൻ്റെ സമാധാനത്തിനും യുദ്ധത്തിൻ്റെ അടിയൊക്കെ തീർക്കാൻ നടക്കുന്ന സമയം കൊണ്ട് രണ്ട് രാജ്യങ്ങളെയും ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ച് കാശ്മീരിൽ ഒരു നല്ല റഫറൻഡം നടത്തി. ആ റഫറൻഡത്തിൽ കാശ്മീർ ജനത എന്താണ് ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ നിൽക്കാനാണോ പാകിസ്ഥാനിൽ നിൽക്കാൻ എന്ന് തീരുമാനിച്ചിട്ടൊക്കെ ഒരു തീരുമാനമൊക്കെ. അതൊക്കെ വളരെ നല്ല തീരുമാനങ്ങളാണ്. പക്ഷെ അതിന് പകരം ഭീകരവാദമാണ് അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ 89 കാശ്മീർ കേന്ദ്രമാക്കി അഫ്സർദാൻ ഉണ്ടാക്കിയ ഹിസ്ബുൾ മുജാഹിദീനും ഇതുപോലെ വലിയ ഭീകരവാദം നടത്തുന്ന സംഘടനയാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്നതും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു സംഘടനയാണ്. 2000-ലാണ് ഇത് നടക്കുന്നത്. 1999 ഇന്ത്യയിൽ നിന്ന് മോചിതനുള്ള മസൂദ് അൻസറാണ് ഇതിൻ്റെ മറ്റൊരു സൂത്രധാരൻ. ഈ മസൂദ് അൻസറിൻ്റെ കുറേ ബന്ധുക്കളെയാണ് നമ്മളിപ്പോൾ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെടുത്തി 9ഓളം കേന്ദ്രങ്ങൾ തിരിച്ച് ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഈ മസൂദ് അൻസറിൻ്റെ സഹോദരനും സഹോദരിയും ബന്ധുമിത്രാദിൽ കുറച്ച് പേരും മരിച്ചു. 10 പേരും മരിച്ചുപോയത് ഈ മസൂദ് അസറിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ മസൂദ് അസറിനെ 2019 ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റ് ആക്രമണം നടത്തി 2001. അതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. 2016 10-കോട് ആക്രമണത്തിലുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിൽ ഇവരുടെ പങ്കുണ്ട്. അപ്പോൾ ഈ 4 സംഘടനകളെ, 4 സംഘടനകൾ TRF ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ ലഷ്കർ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഷെയ്ഖ് മുഹമ്മദ്, ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഘടനകൾ ഓരോ വ്യക്തികളും അങ്ങ് ആരംഭിക്കുകയാണ്. ആരംഭിച്ചു കഴിഞ്ഞാൽ കോടാനുകോടി രൂപയാണ് അവർക്ക് കിട്ടുന്നത്. വലിയ സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു തമാശ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രസകരമായ കാര്യം, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വലുതായിട്ടുള്ള പിന്തുണ, ധാർമ്മികമായ പിന്തുണ അകത്തും പുറത്തും രഹസ്യമായും പരസ്യമായും ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇതിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഭ്യന്തരമായി ഇപ്പോൾ കാശ്മീരിനകത്താണെങ്കിൽ പോലും പ്രാദേശികമായി നിരവധി ആളുകളെ പണം കൊടുത്തും മതം കുത്തിവെച്ചും ജിഹാദ് വിളിച്ചും അതുപോലെ തന്നെ സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞും പലതരത്തിലുള്ള മതത്തിൻ്റെ വിവിധ രൂപങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് പാവപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളെയും ഒക്കെ ഇതിനകത്ത് അവർ കരുക്കളാക്കിയിട്ടുണ്ട്. അപ്പോൾ അകത്തുനിന്നുള്ള ആഭ്യന്തരമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് പിന്നെ ഇൻഫോർമറായിട്ടും അതുമായിട്ട് കുറേ ആളുകളെ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമായി കുറച്ച് പേർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒളിത്താവളങ്ങൾ, ബങ്കറുകൾ, ആളുകളുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം അതിന് ഒളിച്ച് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളും കാശ്മീരിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പണം, അപ്പോൾ ഇത് വലിയ സാമ്പത്തിക
മായിട്ടുള്ള വലിയ സമ്പത്ത് ഒഴുകിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സമ്പത്ത് എവിടെ നിന്ന് ഒഴുകുന്നു, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള ആയുധം, ചെറിയ ആയുധങ്ങൾ വെച്ചിട്ടല്ല അവർ ഈ ആളുകളെയൊക്കെ കൊല്ലുകയും ചെയ്യുന്നത്. കളിത്തോക്ക് വെച്ചിട്ടൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ സാധാരണ പിസ്റ്റൾ വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ വലിയ ആയുധങ്ങൾ, മാരകമായ യുദ്ധോപകരണങ്ങൾ പോലുള്ള വലിയ ആയുധങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഭീകര സംഘടനകൾക്ക്. അപ്പോൾ ആയുധം, അന്നം, സമ്പത്ത്, പിന്നെ പരിശീലനം, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. അപ്പോൾ ഇത്രയും വലിയ പരിശീലനമൊക്കെ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? അപ്പോൾ ഭീകര സംഘടനകൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള സംവിധാനമുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു നമുക്ക് ആക്ഷേപമായി ഉന്നയിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെന്ന് പറയും, മദ്രസകളിലും കൂടി കേന്ദ്രീകരിച്ചിട്ടാണ് പാകിസ്ഥാനിൽ പലയിടങ്ങളിലും ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതൊക്കെ വലിയ അപകടമല്ലേ? മദ്രസകൾ എന്ന് പറയുന്നത് മതപഠനത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഘടനകളാണല്ലോ, സംവിധാനമാണല്ലോ. അതിനെയുമൊക്കെ, പള്ളികളെയും മദ്രസകളെയും ഒക്കെ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതി കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്നും പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും പാലും തേനും കൊടുത്ത് വളർത്തുന്ന ഭീകര സംഘടനകളാണ് കാശ്മീരിൽ വന്ന് കാശ്മീരിന്റെ പേരിൽ, കാശ്മീരിൽ ഇതുണ്ടാക്കുന്ന പോട്ടെ, കാശ്മീരിൽ തല്ലുണ്ടാക്കുന്ന പോട്ടെ, ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുക, മുംബൈ തീവണ്ടി ആക്രമിക്കുക, പത്താൻകോട്ട ആക്രമിക്കുക, പുൽവാമയിൽ ആക്രമിക്കുക, അങ്ങനെ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ആക്രമണ പരമ്പര അഴിച്ചുവിടുന്നത് തീർച്ചയായും അതൊരു കാശ്മീർ കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനും രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും അതിലെന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പാകിസ്ഥാന്റെ കുടില തന്ത്രവും കൂടിയാണ്, അല്ലെങ്കിൽ വേറൊരു രാജ്യതന്ത്രവും കൂടിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ ആഗോള ഭീകരന്മാരെ വളർത്തിയെടുക്കുന്നു, അവർക്കാവശ്യമായ പാല് കൊടുത്ത് പാലൂട്ടി വളർത്തി വലുതാക്കി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ. ഇതിനെ അറുതി വരുത്താൻ നമുക്ക് കഴിയുമോ, ലോകത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.